നാട്ടിൽ ഇപ്പം കഞ്ചാവ് മിഠായി വരെ കിട്ടും. ഹോസ്റ്റലുകളിൽ പോളിടെക്നിക് ഹോസ്റ്റലുകളിലും കോളേജ് ഹോസ്റ്റലിലും ഒക്കെ ഇപ്പോൾ ഗർഭനിരോധന ഉറവകളും കഞ്ചാവും ഇതെല്ലാം പിടിക്കും. എല്ലാം പോലീസിൻ്റെ പിടിയിലായി. ഇതെല്ലാം പോലീസ് പിടിച്ചതിന് ഇപ്പോൾ പോലീസിന് SIക്ക് സസ്പെൻഷൻ. ഈ രാഷ്ട്രീയമാണ് ഇതിൽ കളികൾ നടക്കുന്നത്. ഈ തലമുറകൾ മയക്കുമരുന്ന് മുഖാന്തരം തലമുറകൾ വളരുന്നത് തൂത്തുകളയാൻ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾമാർ സമൂഹവും മാധ്യമങ്ങളും ഒത്തിറങ്ങി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇപ്പം രാഷ്ട്രീയ പ്രേരിത മുഖാന്തരം ഇപ്പം അത് SIക്ക് പോലീസ് സസ്പെൻഷൻ. ഈ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച പയ്യന്മാർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇവർ റിമാൻഡിൽ തന്നെ കിടക്കണം. 14 ദിവസമല്ല, ഇവർ എത്ര ദിവസം വേണം റിമാൻഡിൽ കിടക്കണം. ഇല്ലെങ്കിൽ ഇവരിറങ്ങിയാൽ ഇവർ ഈ പിടിച്ച അവരെ തന്നെ രാഷ്ട്രീയ മുഖാന്തരം ഇവർ ശത്രുത ഉണ്ടാക്കും. അതുകൊണ്ട് അത് SFI പാർട്ടിയല്ല, KS ആയാലും ആരായാലും ശരി, അതിന് രാഷ്ട്രീയം ഉണ്ടാവരുത്. രാഷ്ട്രീയം ഉണ്ടാവാതെ തന്നെ നമ്മളെ തലമുറ വളർത്താൻ കഞ്ചാവ് മയക്കുമരുന്നും ഈ കേരളത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഇപ്പോൾ ടാൻസാനിയയിൽ നിന്ന് 2 പേരെ പിടിച്ചുകൊണ്ട് വന്നു കഞ്ചാവോടുകൂടെ. അപ്പം കേരളത്തിൽ കൊണ്ടുവന്നാണ് അവരെ വിൽപ്പന. ഈ കോളേജ് കാമ്പസിൽ ഈ ഹോസ്റ്റലിൽ ഈ മയക്കുമരുന്നിന് ഈ ത്രാസ് വരെ വെച്ച് തൂക്കി വിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഉള്ള പിള്ളേർക്ക് തന്നെ, കുട്ടികൾക്ക് തന്നെ ഇത് കൊടുത്ത് കാശ് വാങ്ങുന്നത്. അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളിൽ നിന്ന് കാശ് മേടിച്ചും എടുത്തും മോഷ്ടിച്ചും ഒക്കെ കൊണ്ടുവന്ന് ഇത് മേടിച്ച് ഈ രാഷ്ട്രീയത്തിലുള്ള ഈ പയ്യന്മാർ ഇത് വെച്ച് മുതലെടുത്താണ് കാശുണ്ടാക്കുന്നത്. ഇത് ഈ ഹോസ്റ്റലിലെ പ്രിൻസിപ്പാളൊന്നും ഇതൊന്നും അറിയുന്നില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ കൈമലർത്തുന്നത്? അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, റാഗിങ് നടന്നാലും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നും പറഞ്ഞ് ഈ വളരുന്ന മക്കളെല്ലാം ഇല്ലാതാവുന്നതെല്ലാം ഇവരുടെ അശ്രദ്ധക്കുറവാണ്, ഇവരുടെ വീഴ്ചയാണ്. ഇത് എന്നാണ് ശരിയാവുന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഈ തലമുറകളെ നേരെ കൊണ്ടുവരാത്തത്. ഇപ്പം ISIൽ ചേർക്കാൻ, ഹിന്ദു ക്രിസ്ത്യാനി എന്നൊക്കെ ISI ചേർക്കാൻ വേണ്ടി മുതിർന്നവരിറങ്ങി പയ്യന്മാരെ കൊണ്ട് വശീകരിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ISIൽ ചേർക്കാൻ വേണ്ടി, മതപരിവർത്തനത്തിന്. ഇതെല്ലാം നമ്മൾ സമൂഹ മാധ്യമം ഇതെല്ലാം പുറമെ അറിയിക്കണം. ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളെ കേരളത്തിൽ. ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ തീരൂ. സ്ത്രീ പീഡനം കണ്ടില്ലേ? ആലപ്പുഴ സ്ത്രീ പീഡനം. ആ സ്ത്രീയെ അവരെ ഭർത്താവും വീട്ടുകാരും കൂടെ ആയിട്ട് അവരായിട്ട് കഷ്ടപ്പെടുത്തി അവരിപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്തിയേ തീരൂ നമ്മളെ കേരളത്തിൽ. എന്നാ നമ്മുടെ കേരളം ഇത് നന്നാവുന്നത്? ഈ രാഷ്ട്രീയ കളി അങ്ങ് മാറ്റിയാൽ മാത്രം മതി. രാഷ്ട്രീയം ഇതിൽ ഇടപെടരുത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്. ഈ കുറ്റം ചെയ്യുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്ന ഈ SFIയെ തന്നെ പ്രൊട്ടക്റ്റ് CPMകാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ SFIയിലുള്ള ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ എല്ലാം നടക്കുന്നത്. അതൊന്ന് അവർ കൈ ഒഴിഞ്ഞാൽ മാത്രമേ ഇത് നേരെ ആവുള്ളൂ, കറക്റ്റായിട്ട് വരുള്ളൂ. ഇവരെ നേരെ നമുക്ക് നല്ല മുതിർന്ന പൗരന്മാരാക്കി കൊണ്ടുവരുന്ന സമയം ഇവർ നല്ല കുട്ടികളായി വളരണം. അവർ വീട്ടുകാർക്ക് നല്ലതാണ്. വീട്ടിലെ അമ്മയപ്പന്മാരെ അടിച്ച് ഇടിച്ച് അവരെ ഇല്ലാതാക്കി, അവരെ നിന്ന് കാശ് പിടിച്ച് വാങ്ങിച്ച് അവർ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാതാക്കി, ഇതെല്ലാം ISIൽ ചേർക്കാനുള്ള പരിപാടിയായിട്ട് ഇസ്ലാംകാർ വരുത്തി തീർക്കുന്നതാണ്. ISIൽ നമുക്കിപ്പം ഹിന്ദുവായിട്ട് ജനിച്ചാലും ക്രിസ്ത്യൻസായിട്ട് ജനിച്ചാലും അവരുടെ മതം അവരവർക്ക് വലുതാണ്. അതിനെ ഇപ്പം അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ISIൽ വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമല്ല. അമ്മമാർ ആഹാരം പാകം ചെയ്യുന്നത് കഴിക്കാൻ മക്കളെ അനുവദിക്കാതിരിക്കുക, അമ്മമാരുടെ മിണ്ടാതിരിക്കുക, അമ്മമാരെ ഉപദ്രവിക്കാനായിട്ട് അവർക്ക് താക്കീത് കൊടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ISIലുള്ള ഇസ്ലാം മതക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മതത്തെ മാത്രം സംരക്ഷിച്ചാൽ മതി. മറ്റ് ഹിന്ദു ക്രിസ്ത്യാനികളെ അവർ പരിവർത്തനം ചെയ്യാൻ പാടില്ല. അതിനൊരു നിയമ നടപടി വേണം.